നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ ഇന്നലെ മുനമ്പം സമരവേദി സന്ദർശിച്ചിരുന്നു. കാലങ്ങളായി മറ്റു മതവിഭാഗങ്ങൾ താമസിച്ചു വരുന്ന സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ എന്നിവയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ലാൻഡ് ജിഹാദാണ് എന്ന ഗുരുതര ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. പ്രണയം നടിച്ച് മറ്റ് മതവിഭാഗങ്ങളിലെ യുവതീ യുവാക്കളെ ഇസ്ലാമാക്കാൻ ശ്രമിക്കുന്നവരുടെ ലവ് ജിഹാദ് പോലെയാണിതെന്നും അവർ കുറ്റപ്പെടുത്തി. 1954 ഇന്ത്യയിൽ 10,000 ഏക്കറിൽ താഴെ ഭൂമിയുണ്ടായിരുന്ന വഖഫ് ബോർഡിന് ഇപ്പോൾ 38 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. ഇതെങ്ങനെയുണ്ടായി എന്ന് വ്യക്തമാക്കാൻ വഖഫ് ബോർഡിന് ഉത്തരവാദിത്തമുണ്ടെന്നും ശോഭ കരന്തലജെ പറഞ്ഞിരുന്നു. അതിന് തൊട്ടുപിന്നാലെ ഇന്ന് സുപ്രഭാത പത്രത്തിൽ ഒരു മുഖപ്രസംഗത്തിലൂടെ ശോഭ കരന്തലജെ അടക്കമുള്ളവർക്ക് മറുപടി കൊടുക്കുകയാണ് സമസ്ത. മുനമ്പം സമരം മറ്റൊരു തലത്തിലേക്ക് വളർന്നു കയറുമ്പോൾ ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെയും സമസ്തയുടെയും ഒക്കെ നിലപാട് വീണ്ടും ഈ പ്രശ്നം ആളിക്കത്തിക്കാൻ ഇടവരുത്തും. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് തീർത്തു പറയുന്നു. മുനമ്പം വിഷയം മുൻനിർത്തി ഒരു ഭാഗത്ത് വർഗീയ പ്രചാരണത്തിനും മുതലെടുപ്പിനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കരുതി വഖഫ് ഭൂമി ആർക്കെങ്കിലും സമാധാന സംസ്ഥാപനത്തിനും ബലി നൽകാനാവില്ല എന്നാണ് ഇപ്പോൾ സമസ്ത നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നത് എന്ന ചോദ്യവും ഉയർത്തുന്നു സുപ്രഭാതം ദിനപത്രം. സുപ്രഭാതം പത്രം തങ്ങളുടെ മുഖപ്രസംഗത്തിലൂടെയാണ് ശക്തമായ നിലപാട് ഉയർത്തുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് സുപ്രഭാതം പത്രം ഉറപ്പിച്ചു പറയുമ്പോൾ ഈ പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് വളരുന്നു. സമാധാനത്തിന് പകരമായി ഭൂമി നൽകാനാവില്ല. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഭൂമി നിലവിലെ ഉടമകൾക്ക് നൽകണമെന്ന് പറഞ്ഞത് ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് സുപ്രഭാതത്തിലെ ലേഖനം പറയുന്നത്. സുന്നി നേതാവ് മുസ്തഫ മുണ്ടുപാറയാണ് ലേഖനം എഴുതിയിരിക്കുന്നതും. മുനമ്പം വിഷയത്തിൽ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം തികച്ചും തെറ്റാണ് എന്ന് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ അക്കമിട്ട് നിരത്തുന്നു. മറ്റു വഖഫ് ഭൂമികളും അന്യാധീനപ്പെടാൻ മുനമ്പം വിഷയത്തിലെ നിലപാട് കാരണമാകുമെന്നും മുണ്ടുപാറ പറയുന്നു. മുനമ്പം വിഷയം വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നം വീണ്ടും ആളിക്കത്തിക്കുന്ന ലേഖനമാണ് ഇപ്പോൾ സുപ്രഭാതം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ ലേഖനം ഇങ്ങനെ: നിർത്തുക, തടഞ്ഞുവെക്കുക തുടങ്ങി അർത്ഥങ്ങളുള്ള വഖഫ എന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന പേര് വരുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പദപ്രയോഗ തലത്തിലെത്തുമ്പോൾ മൂലവസ്തു അല്ലാഹുവിൻ്റെ പേരിൽ നിക്ഷേപിക്കുകയും അതിൻ്റെ ഗുണഫലം അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട നിർണിത വിഭാഗങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന ആരാധന കർമ്മമാണത്. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ വഖഫ് ഭൂമികൾ കയ്യേറിയിട്ടുണ്ടെങ്കിലും മുനമ്പത്ത് കയ്യേറിയ 404.76 ഏക്കർ വരുന്ന വഖഫ് ഭൂമിയെ ചൊല്ലിയുള്ള ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാൻ കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയോ വോട്ടാക്കാൻ തന്ത്രങ്ങൾ മെനയുകയോ ആണെന്ന് തന്നെ പറയാം. 1950 നവംബർ 12 എറണാകുളം ജില്ലയിലെ ചെറായി ബീച്ചിലെ മുനമ്പം എസ്റ്റേറ്റ് 404.76 ഏക്കർ ഭൂമി ഫറൂഖ് കോളേജിന് വഖഫായി നൽകുമ്പോൾ പറവൂർ സ്വദേശി കച്ച് മേമൻ ഹാഷിം സേട്ട് മകൻ മുഹമ്മദ് സിദ്ദിഖ് സേട്ട് വഖഫ് ആധാരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. വസ്തുവും അതിലുള്ള വകകളും അതിൽ നിന്ന് കിട്ടുന്ന ആദായവും ഫറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുതെന്നും ഏതെങ്കിലും കാലത്ത് കോളേജ് അല്ലാതെ വന്നാൽ ഈ ഭൂമി മടക്കിയെടുക്കാൻ തനിക്കും പിന്തുടർച്ചാവകാശികൾക്കും അധികാരമുണ്ടെന്നുമായിരുന്നു അതിൽ പ്രധാനം. മുനമ്പം വഖഫ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാർ ഫറൂഖ് കോളേജ് അധികൃതരും വഖഫ് ബോർഡും മാറി മാറി വന്ന സർക്കാരുകളുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ദുരൂഹ മൗനം അത്ഭുതപ്പെടുത്തുന്നതാണ്. വഞ്ചനയും ചതിയും നിരുത്തരവാദിത്വവുമാണ് വിഷയം കൂടുതൽ ഗുരുതരമാക്കിയത്. ഫറൂഖ് കോളേജ് കേവലം ഭൗതിക കലാലയം മാത്രമല്ല, മതകലാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതരെ വാർത്തെടുക്കുന്ന അറബിക് കോളേജ് ഇതേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ്. മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ മേൽനോട്ടത്തിനും ആദായമെടുത്ത് നൽകുന്നതിനുമൊക്കെയായി കോളേജ് തുടക്കത്തിൽ ചിലരെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ കോളേജിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടമില്ലാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കുടിൽകെട്ടി താമസം തുടങ്ങി. കണ്ണായ ഭൂമി ലക്ഷ്യം വെച്ച് വൻകിടക്കാരും രംഗത്തെത്തി. എന്നാൽ ഈ ഭൂമി സംരക്ഷിക്കാൻ എറണാകുളത്തെ അഭിഭാഷകനായിരുന്ന MP പോളിന് ഫറൂഖ് കോളേജ് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു. പവർ ഓഫ് അറ്റോർണിയും പ്രത്യേക കരാറും നൽകിയതിനാൽ ഭൂമി പലപ്പോഴായി ഇയാൾ മുറിച്ചുവിറ്റു. ഈ തുക കോളേജിന് ലഭിച്ചതായും പറയപ്പെടുന്നുണ്ട്. പല വ്യക്തികൾക്കും ഭൂമി തീരാധാരം എഴുതി നൽകിയിട്ടുമുണ്ട്. ഈ ആധാരങ്ങൾ പോക്കുവരവ് ചെയ്ത് നൽകിയിട്ടുണ്ട്.
മുനമ്പത്തെ കുടികിടപ്പുകാർ നിരപരാധികളാണ്. പലിശയ്ക്ക് പണമെടുത്തും താലിമാല വിറ്റുമൊക്കെയാണ് അവർ ഭൂമി സ്വന്തമാക്കിയത്. അവർക്ക് നീതി ലഭിക്കണം. അതിനാവശ്യമായ ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്നാൽ റിസോർട്ട് ഉടമകളും വമ്പൻ മാഫിയകളുമൊക്കെയാണ് വഖഫ് ഭൂമി പിടിച്ചെടുക്കാൻ രംഗത്തുള്ളത്. അതേസമയം ഈ ഭൂമി വഖഫല്ല, ദാനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കച്ചവടക്കാർക്കൊപ്പം ഫാറൂഖ് കോളേജ് കമ്മിറ്റിയും ശ്രമിക്കുന്നുണ്ട് എന്നത് ഖേദകരമാണ്. തുടക്കം മുതൽ മുനം വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ പല ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ടായി. വ്യക്തമായ രേഖകളുണ്ടായിരുന്നിട്ടും വഖഫ് ബോർഡോ കോളേജ് കമ്മിറ്റിയോ ഭൂമി അന്യാധീനപ്പെട്ടിട്ടും ശ്രദ്ധിച്ചില്ല. ഈ ഭൂമിയിൽ നിന്നുള്ള ആദായമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 1971 ജൂലൈ 12 പറവൂർ സബ് കോടതി ഇത് വഖഫ് ആധാരമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി 1975 സെപ്റ്റംബർ 30 കോടതി തള്ളുകയും സബ് കോടതി നിരീക്ഷണം ശരിവയ്ക്കുകയും ചെയ്തു. 2008-2009 വർഷങ്ങളിൽ ഹൈക്കോടതിയിൽ അന്നത്തെ കളക്ടർമാർ നൽകിയ മറുപടിയിലും ഇത് വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. 90 ജനുവരി 23 കുഴിപ്പള്ളി വില്ലേജ് ഓഫീസർ ഫാറൂഖ് കോളേജിന് ഭൂമിയുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. 2008 സച്ചാർ കമ്മിറ്റി നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കൾ കണ്ടെത്തി നിജസ്ഥിതി റിപ്പോർട്ട് ചെയ്യാൻ നിയോഗിച്ച ജസ്റ്റിസ് നിസാർ കമ്മീഷന് മുനമ്പത്തെ 404.76 ഏക്കർ ഭൂമി പൂർണ്ണ വഖഫ് സ്വത്താണെന്നും ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ടതാണെന്നും വ്യക്തമാക്കിയിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാർ മുനമ്പത്തെ വഖഫ് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ സർക്കാർ, വഖഫ് ബോർഡോ മുസ്ലിം സംഘടനകളോ ഈ റിപ്പോർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ തുനിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം മുസ്ലിം സംഘടനകൾ കോഴിക്കോട് യോഗം ചേർന്ന് മുനമ്പം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരിന് നൽകിയത് ആശങ്കയുണ്ടാക്കുന്നു. വഖഫ് സംവിധാനങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്ത സർക്കാരിന് ഇത്തരത്തിൽ അധികാരം നൽകുന്നത് എത്രമാത്രം ആശാസ്യമാണ് എന്നതും ചിന്തിക്കണം. താൽപ്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും പുറത്ത് പരിഹാരം കാണേണ്ടതല്ല വഖഫ് സ്വത്ത്. വിഷയത്തിൽ മതപരമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. പണ്ഡിതന്മാർ വിഷയത്തിൽ ഇടപെടണം. സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുകയും വേണം. എന്നാൽ അത് വഖഫ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടാകരുത്. ശാശ്വത പരിഹാരം കാണുമ്പോൾ നിരപരാധികളെ ഭവനരഹിതരാക്കി ഇറക്കിവിടുകയും ചെയ്യരുത്. മുതലാളിമാർ വ്യക്തമായ ലക്ഷ്യത്തോടെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടിയതും വിറ്റ് കാശാക്കിയതും ഗുരുതരമായ തെറ്റ് തന്നെയാണ്. കുടികിടപ്പുകാർക്ക് മാനുഷിക പരിഗണന നൽകണം. കേരളത്തിൽ നിരവധി പ്രദേശങ്ങളിൽ പള്ളികൾ ഉൾപ്പെടെയുള്ള വഖഫ് സ്ഥാപനങ്ങളും ഭൂമിയും വഖഫിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി കയ്യേറിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലെ 10ഓളം സുന്നി പള്ളികൾ മുജാഹിദ് വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. ശാദുലിപ്പള്ളി, പട്ടാളപ്പള്ളി, മുഹമ്മദിയൻ പള്ളി എന്നിവ അവയിൽ ചിലതാണ്. സുന്നി വിശ്വാസാചാരങ്ങൾ നടത്തിയിരുന്ന മുഹീദ്ദീൻ പള്ളിയിൽ റാത്തിബ് ഖാന വരെ ഉണ്ടായിരുന്നു. കയ്യേറ്റക്കാരിൽ നിന്ന് ഈ പള്ളികളെ സംരക്ഷിക്കേണ്ട വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ളവർ ഉത്തരവാദിത്വം മറക്കുകയാണ്. മുനമ്പം വിഷയം മുൻനിർത്തി ഒരു ഭാഗത്ത് വർഗീയ പ്രചാരണത്തിനും മുതലെടുപ്പിനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കരുതി വഖഫ് ഭൂമി ആർക്കെങ്കിലും സമാധാന സംസ്ഥാപനത്തിന് ബലി നൽകാനാവില്ല. കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നത്? കോടതി നിർദ്ദേശങ്ങളും കമ്മീഷൻ റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കെ വഖഫ് ഭൂമിയല്ലെന്ന് വരുത്താനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും വിഷയത്തിൽ നിരുത്തരവാദ സമീപനം സ്വീകരിച്ചവരുടെയും ശ്രമങ്ങളെ അംഗീകരിക്കാനാവില്ല. കയ്യേറ്റമുണ്ടായ വഖഫ് ഭൂമി തിരിച്ചു കിട്ടാനുള്ള നിയമ പോരാട്ടം നടത്തേണ്ടത് പ്രഥമ ഉത്തരവാദിത്വമുള്ളവരാണ് വഖഫ് ബോർഡ്. മുനമ്പം പ്രശ്നം നേരത്തെ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. ഇതിൽ കോളേജിലെ വഖഫ് ബോർഡിനുള്ള ഉത്തരവാദിത്വം അവർ നിറവേറ്റിയില്ല. മുനമ്പത്തിന് സമാനമായി അന്യാധീനപ്പെട്ട നിരവധി വഖഫ് സ്വത്തുക്കൾ സംസ്ഥാനത്തുണ്ട്. വഖഫ് ഭൂമിയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ഇത്തരം സ്വത്തുക്കൾ ഭാവിയിൽ അപഹരിക്കാനുള്ള വഴിയൊരുക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയ്ക്ക് വഖഫ് സ്വത്ത് പിടിച്ചെടുക്കുന്നത് അനുവദിക്കാനാവില്ല. കൃത്യമായ നിലപാട് തന്നെയാണ് ഇവിടെ സുപ്രഭാതം വ്യക്തമാക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, അത് വിട്ടുകൊടുക്കില്ല. കുടികിടപ്പുകാരോട് ചെറിയ സഹതാപമൊക്കെ കാട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് സുപ്രഭാതം പറഞ്ഞു വയ്ക്കുന്നു. വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്ന നിലപാട് തന്നെയാണ് ഇവിടെ സുപ്രഭാതം സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ആളിക്കത്താൻ ഇതിടവരുത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.